2 തിമോഥെയോസ് അധ്യായം 2. എന്റെ മകനെ, ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ എന്നിൽ നിന്ന് കേട്ടതെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പടയാളിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരാളും തന്നെ സൈന്യത്തിൽ ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതുകൊണ്ട് ദൈനംദിന ജീവിതകാര്യങ്ങളിൽ ഏർപ്പെടുന്നില്ല. കായിക മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ നിയമപ്രകാരം മത്സരിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് വിജയകിരീടം ലഭിക്കുകയില്ല. അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആദ്യ ഓഹരി എടുക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് വിവേകം നൽകും. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർപ്പിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതിനുവേണ്ടി ദുഷ്പ്രവർത്തിക്കാരനെ പോലെ ഞാൻ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനമോ ബന്ധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ പ്രാപിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി സകലതും സഹിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം അവിടുത്തെ തള്ളിപ്പറയുമെങ്കിൽ അവിടുന്ന് നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവിടുന്ന് വിശ്വസ്തനായി തന്നെ ജീവിക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവിടത്തേക്ക് സാധ്യമല്ല. ഈ വചനം വിശ്വാസയോഗ്യം തന്നെ. നീ ഈ കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കണം. വാക്കുകളെ ചൊല്ലി തർക്കിക്കരുതെന്ന് ദൈവസന്നിധിയിൽ അവർക്ക് താക്കീത് നൽകണം. കേൾക്കുന്നവരെ നശിപ്പിക്കുകയല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സത്യവചനം സൂക്ഷ്മമായി കൈകാര്യം ചെയ്തുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് അംഗീകാരയോഗ്യനായി തിരുസന്നിധിയിൽ നിൽപ്പാൻ ശ്രമിക്കുക. ഭക്തിവിരുദ്ധമായ വ്യർത്ഥ സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. അതിനാൽ അഭക്തി വർദ്ധിക്കുവാൻ ഇടയാകുമല്ലോ. അവരുടെ വാക്ക് അർബുദം പോലെ പടർന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലത്തോസും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർ സത്യത്തിൽ നിന്ന് തെറ്റി അകന്നു പോയിരിക്കുന്നു. പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. എങ്കിലും ദൈവത്തിന്റെ ഉറപ്പുള്ള അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്ന ഏവനും അധർമ്മത്തിൽ നിന്ന് അകന്നുകൊള്ളണം എന്നും ആ അടിസ്ഥാനത്തിന്മേൽ മുദ്രണം ചെയ്തിരിക്കുന്നു. ഒരു വലിയ വീട്ടിൽ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള സാധനങ്ങൾ മാത്രമല്ല, മരവും കളിമണ്ണും കൊണ്ടുള്ളവയും ഉണ്ടായിരിക്കും. ചിലത് മാന്യകാര്യങ്ങൾക്കും ചിലത് ഹീനകാര്യങ്ങൾക്കും ഉള്ളവയാണ്. അതിനാൽ ഒരുവൻ ഹീനകാര്യങ്ങൾ വിട്ട് സ്വയം നിർമ്മലീകരിക്കുന്നുവെങ്കിൽ അവൻ വിശുദ്ധവും ഉടമസ്ഥന് പ്രയോജനകരവും എല്ലാ സൽപ്രവർത്തിക്കും ഒരുക്കപ്പെട്ടതുമായ ഒരു മാനപാത്രമായി തീരും. യൗവന മോഹങ്ങളെ വിട്ടോടി ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവ പിന്തുടരുക. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദങ്ങൾ കലഹമുളവാക്കുമെന്നറിഞ്ഞ് അവ ഉപേക്ഷിക്കുക. കർത്താവിന്റെ ദാസൻ കലഹിക്കാതെ എല്ലാവരോടും സൗമ്യതയുള്ളവനും പഠിപ്പിക്കുവാൻ സമർത്ഥനും ക്ഷമാശീലനും എതിർക്കുന്നവരെ സൗമ്യതയോടെ തിരുത്തുന്നവനും ആയിരിക്കണം. അവർക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകേണ്ടതിനും പിശാചിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അവൻ അടിമകളായി തീർന്നവരാകയാൽ അവർ സുബോധം കൈക്കൊണ്ട് അവന്റെ കെണിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിനുമാണ് ഇത് ചെയ്യേണ്ടത്.